ഹലോ എവരിവൺ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓൺ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഈ ഒരു പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ചാലോ. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് 41,300 രൂപ മുതൽ 87,000 രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഗവൺമെൻറ് എക്സാം ആയതുകൊണ്ട് തന്നെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് ചെക്ക് ചെയ്യാം. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷനായിട്ട് ഇതിലേക്ക് പറയുന്നത് നിങ്ങൾക്കൊരു 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഈ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയിൽ ഒരു 3 ഇയർ റെഗുലർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഓക്കെ, റെഗുലർ ഡിപ്ലോമ അത് വളരെ നിർബന്ധമാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അവിടെ നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എക്സാമിൻ്റെ വിവിധ സ്റ്റേജുകൾ നോക്കാം. അപ്പോൾ 3 ഘട്ടങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. ആദ്യം റിട്ടൺ എക്സാം, അതൊരു OMR എക്സാം ആണ്. 100 മാർക്കിൻ്റെ OMR എക്സാം ആയിരിക്കും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ 20 മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയിലേക്ക് ഇതിനു മുൻപ് നോട്ടിഫിക്കേഷൻ വന്നത് 2022 അന്ന് കാറ്റഗറി നമ്പർ 680/2022 ആയിരുന്നു. ഡേറ്റ് ഓഫ് എക്സാം 29/6/2023. 2023 ജൂൺ 29 പരീക്ഷ നടന്നത്. അന്ന് 10,240 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 7/9/2024 മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 53 പേരാണ്. അന്ന് കട്ട് ഓഫ് മാർക്ക് 53.67 ആയിരുന്നു. OMR എക്സാമിന് ലഭിച്ച മാക്സിമം മാർക്ക് 74, ഇൻ്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13. ലാസ്റ്റ് അഡ്വൈസ്, ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ലൈവാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇപ്പോഴും നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അഡ്വൈസ് നടന്നത് 2026 ജൂലൈ 1 ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും 46 അഡ്വൈസുകൾ നടന്നിട്ടുമുണ്ട്. റാങ്ക് ലിസ്റ്റിൻ്റെ സ്റ്റേറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് 8/9/2027 എക്സ്പയർ ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനെപ്പറ്റി നമുക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ഈ സിലബസിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ആകെ 10 മൊഡ്യൂൾസ് ആണുള്ളത്. ആ 10 മൊഡ്യൂൾസിൽ ഒന്നാമത്തെ മൊഡ്യൂൾ പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് ഡാറ്റ സ്ട്രക്ചർ ആണ്. അവിടെ നമുക്ക് സിയുടെ പ്രോഗ്രാമിംഗ്, ഫങ്ഷനിങ് ആൻഡ് പോയിന്റേഴ്സ്, അറേസ്, സ്ട്രിങ്സ്, സ്ട്രക്ചേഴ്സ്, ഫയൽ ഹാൻഡ്ലിംഗ്, സ്റ്റാക്സ്, ക്യൂസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീസ്, ഗ്രാഫ്സ് എന്നിവയാണ് പഠിക്കേണ്ടത്. അപ്പോൾ 10 മൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഓരോ മൊഡ്യൂൾസിൽ നിന്നും 10 മാർക്കിൻ്റെ വെയിറ്റേജ് വീതമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആകെ 100 മാർക്കിൻ്റെ OMR എക്സാമാണ് നടക്കാനിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്, C++ ആൻഡ് ജാവ. അവിടെ OOP കോൺസെപ്റ്റ്, C++ പ്രോഗ്രാമിംഗ്, ജാവ പ്രോഗ്രാമിംഗ്, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം, GUI പ്രോഗ്രാമിംഗ്, ഡേറ്റാബേസ് കണക്ടിവിറ്റി JDBC, ഇത്രയുമാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി 3 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് SQL ആണ്. അവിടെ നമുക്ക് DBMS കോൺസെപ്റ്റ്, ER മോഡൽ, നോർമലൈസേഷൻ, SQL, അതിൽ DDL, DML, ക്വരീസ് എന്നിവ, ട്രിഗേഴ്സ് ആൻഡ് വ്യൂസ്, ട്രാൻസാക്ഷൻസ്, ഡേറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ് എന്നിവയാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ്. 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഇനി 4 വെബ് ടെക്നോളജീസ് ആണ്. അവിടെ HTML5, CSS3, ജാവ സ്ക്രിപ്റ്റ്, PHP, DOM, വെബ് ഹോസ്റ്റിംഗ്, കോണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എന്നിവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. 10 മാർക്കാണ്. ഇനി 5ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത്
സ്മാർട്ട് ഡിവൈസ് പ്രോഗ്രാമിംഗ് ആണ്. ഇതൊരു ടെൻറ്റേറ്റീവ് സിലബസ് ആണ്. പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ തന്നെ ധാരാളം ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് ഡീറ്റെയിൽഡ് സിലബസ് വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ്, iOS ബേസിക്സ്, ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ, ഇൻറ്റൻസ്, SQLite, UI കമ്പോണൻസ്, ഗൂഗിൾ പ്ലേ പബ്ലിഷിംഗ് എന്നിവയാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഇനി 6ാമത്തെ മോഡ്യൂൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ് ആണ്. അവിടെ നമുക്ക് നമ്പർ സിസ്റ്റംസ്, ബൂളിയൻ ആൾജിബ്ര, ലോജിക് ഗേറ്റ്സ്, K-മാപ്സ്, കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നിവയാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് 6ാമത്തെ മൊഡ്യൂൾസ് ആണ്. 7ാമത്തെ മൊഡ്യൂൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ആണ്. അവിടെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, മെമ്മറി ഓർഗനൈസേഷൻ, ക്യാഷെ മെമ്മറി, റോം ആൻഡ് റാം, പ്രോസസ്സർ ഓർഗനൈസേഷൻ, ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ, IO ഓർഗനൈസേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നിവയാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. 8 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് നമ്മുടെ മോഡ്യൂൾ. അപ്പോൾ ആ മോഡ്യൂളിൽ നമുക്ക് OSI ആൻഡ് TCP ഓർ IP മോഡൽസ്, ട്രാൻസ്മിഷൻ മീഡിയ, ഈതർനെറ്റ്, IPv4, റൂട്ടിംഗ്, UDP ആൻഡ് TCP, DNS, HTTP, FTP ആൻഡ് SMTP എന്നിവയാണ് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. 10 മാർക്കിൻ്റെ മൊഡ്യൂളാണ്. അടുത്തത് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. 9ാമത്തെ മൊഡ്യൂൾ. അവിടെ 8086 ആർക്കിടെക്ചർ, അഡ്രസ്സിംഗ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, AVR മൈക്രോ കൺട്രോളേഴ്സ്, അസംബ്ലി ലാംഗ്വേജ്, ഇൻ്റർഫേസിംഗ്, ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നിവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഇനി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണ്. അവിടെ ലിനക്സ് കമാൻഡ്സ് ആൻഡ് ഷെൽ സ്ക്രിപ്റ്റിംഗ്, സെർവർ അഡ്മിനിസ്ട്രേഷൻ, ക്രിപ്റ്റോഗ്രഫി, authentication, access control, IDS and instruction detection, malware, firewalls, DOS and DDoS attacks എന്നിവയാണ് ആ മൊഡ്യൂളിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അവിടെയും 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിലബസിൻ്റെ ഒരു ഓവർവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരിക, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നതിനെ കാണിക്കാനാണ് ഈ ഒരു സിലബസ് ഓവർവ്യൂ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരാനായിട്ടിരിക്കുകയാണ്. കാരണം റാങ്ക് ലിസ്റ്റ്, ഇതിനു മുൻപ് നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ എക്സ്പയർ ആയിട്ടില്ല. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന സമയത്ത് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉടൻ തന്നെ ആ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല എന്തൊക്കെയാണ് സിലബസ്, അതിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ വളരെ നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? അതിനായി നിങ്ങളെ സഹായിക്കാൻ ടെക് PSC വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒരു ലോങ് ടേം ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു ഫോക്കസ് ബാച്ചിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. അതോടൊപ്പം ഫുൾ നോട്ട്സ് ഇൻ ഡൗൺലോഡബിൾ PDF ഫോർമാറ്റ്, ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക്, അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയും ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. അപ്പോൾ വളരെ നേരത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സംശയമുണ്ടാവും എന്നുവരെ ഈ കോഴ്സ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി നിങ്ങൾക്ക് എക്സാം തീയതി എന്നാണോ ആ എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ആക്സസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ നേരത്തെ നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഇടം നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ അറിയിക്കുകയാണ്. ഈ ഒരു കോഴ്സിനെ പറ്റി ഇനിയും എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ടെക് PSCയുടെ ആപ്പ് iOSലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്, അതും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഒന്നും കൂടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു.